നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര വൃക്ഷവും കേതുഗ്രഹത്തിൻ്റെ വൃക്ഷവുമായ പ്ലാഷിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബ്യൂട്ടിയ മോണോസ്പെർമ അല്ലെങ്കിൽ ബ്യൂട്ടിയ ഫ്രണ്ടോസ എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ വൃക്ഷം ലെഗുമിനേസിയ കുടുംബാംഗമാണ്. സംസ്കൃതത്തിൽ ഇതിനെ പലാശം, കിംശുകം, ബ്രഹ്മവൃക്ഷം എന്നെല്ലാം പറയുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ഫ്ലെയിം ഓഫ് ദി ഫോറസ്റ്റ് എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഝാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ പുഷ്പമായിട്ടാണ് പ്ലാഷിൻ്റെ പുഷ്പത്തെ കരുതുന്നത്. ഏകദേശം 20 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണിത്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ വൃക്ഷം ഇത് പ്രധാനമായും കാട്ടുപ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. അമ്പലങ്ങളിൽ ഇതിനെ നട്ടുവളർത്താറുണ്ട്. ഹോമങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇതിൻ്റെ മരക്കഷ്ണം ചമത എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾ ഒരു ഞെട്ടിയിൽ 3 ഇലകളായിട്ടാണ് കാണപ്പെടുന്നത്. അത് വൃത്താകാരത്തിലാണ്. പൂക്കൾ ഓറഞ്ചോ ചുവപ്പോ നിറത്തിലാണ് കാണപ്പെടുന്നത്. വളരെ മനോഹരമായ പുഷ്പങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂക്കുന്ന സമയം. ഇതിൻ്റെ കായ പോടാകൃതിയിലാണ്. അതിൽ വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ഇല, പൂവ്, കറ, കായ തുടങ്ങിയവയെല്ലാം തന്നെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഇതിൻ്റെ പൂവ് പ്രമേഹത്തിന് ഉത്തമമായൊരു ഔഷധമാണ്. ഇല വയറുവേദനയ്ക്കും വയറിളക്കത്തിനും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മരത്തടിയിൽ നിന്നും ഉണ്ടാകുന്ന കറ ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കറ നാഡീഞരമ്പുകൾക്ക് ശക്തിയും ശുക്ലബലവും നൽകുന്നതാണ്. ഇതിൻ്റെ തൊലി രക്തസ്രാവത്തിനും അതുപോലെ വിഷത്തിനും ഉത്തമമായൊരു ഔഷധമാണ്. ബീറ്റാ സൈറ്റോസ്റ്റിറോൾ, പെലാസോണിൻ തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫലത്തിൽ ഗാലിക് ആസിഡും കറയിൽ കൈനോട്ടിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ പ്ലാശ് അല്ലെങ്കിൽ പലാശം എന്ന് പറയും. പ്ലാശിൻ ചമത എന്ന് പേര് പറയും. ഇതൊരു ഡിവൈൻ ഡ്രഗാണ്. മിക്കവാറും ഈ ഹോമങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അത്ഭുത ചെടിയാണ്. കാരണം ഇത് ചെയ്ത ഹോമത്തിൻ്റെ ആ ഭസ്മത്തിന് ഔഷധ ഗുണമുണ്ട്. അങ്ങനെയാണ് പലാശക്ഷാരം എടുക്കുക. പലാശക്ഷാരം ഒരു ഔഷധമാണ്. ഈ പലാശക്ഷാരം ഒരു 1/4 ടീസ്പൂൺ ദിവസേന തേനിൽ ചാടിച്ച് കഴിച്ചാൽ ഈ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ കുറയും. അതുപോലെ തന്നെ ഈ പ്ലാശിൻ്റെ കഷായം പാല് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശുക്ലവർദ്ധനമാണ്. ഈ അതായത് ലൈംഗികമായ ഒരു ശക്തി കൂട്ടുന്ന ഒരു ഇതാണ്. അതേസമയം ഞരമ്പിന് നല്ലോണം ബലം കിട്ടും. എല്ലാ നെർവസ് സിസ്റ്റത്തിനും ബലം കിട്ടുന്നതാണ്. പിന്നെ ഇത് ഈ മൂത്ര തടസ്സത്തിന് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഈ ഡിവൈൻ ഡ്രഗ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഈ ഭസ്മം അരച്ച് പുറമേ പറ്റി. ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ അതിൻ്റെ ഭസ്മം എടുത്ത് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ തലവേദന മാറും. അപ്പോൾ ഈ മൂത്രം പോവാതിരിക്കുമ്പോൾ ഈ ബ്ലാഡറിൻ്റെ അവിടെ നാഭിക്ക് ഈ ഇതിൻ്റെ പ്ലാശിൻ്റെ ഭസ്മം എടുത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് സങ്കോചിച്ചുകൊണ്ട് മൂത്രം തടസ്സം മാറും. പിന്നെ ഇതിന് അർശസിന് കൊടുക്കാം, വാതരോഗത്തിന് കൊടുക്കാം, ഈ വയറ്റിലുണ്ടാകുന്ന വേദനയ്ക്ക് കൊടുക്കാം. ലിവറിന് വളരെ നല്ലതാണ് ഈ ഔഷധം.